വീട്ടിലുള്ള സാധനങ്ങൾ വലിച്ചെറിയുക, പാരൻസിനോട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുക, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുക. ഇതൊക്കെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയ കുട്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു റീസൺ നോക്കുമ്പോൾ പലപ്പോഴും പാരൻസ് തന്നെയാണ് ഇതിനൊരു തുടക്കം ഇട്ട് വെക്കുന്നത്. ചെറുപ്പത്തിൽ നമ്മുടെ പണി തീർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ കുറക്കാൻ വേണ്ടിയിട്ടോ കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് ശീലമാക്കുന്നവരാണ് മിക്കവാറും പാരൻസ്. കുട്ടികൾ ഫോണിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വീഡിയോസ് കാണുന്ന കുട്ടികളുണ്ട്, ഗെയിമിനോട് അഡിക്ഷൻ വരുന്ന കുട്ടികളുണ്ട്, ഓൺലൈനിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, വെബ്സൈറ്റിൽ കയറുന്ന കുട്ടികളുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇതിനോടൊരു അഡിക്ഷൻ വരുമ്പോഴാണ് പാരൻസ് പലപ്പോഴും നോക്കുന്നത് കുട്ടി എന്താണ് ചെയ്യുന്നത്, എന്താണ് കാണുന്നതെന്ന്. അപ്പോഴേക്കും കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. പാരൻസിനെ തെറി വിളിക്കുന്ന രീതിയിലേക്ക്, കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്ന രീതിയിലേക്ക് കുട്ടികൾ എത്തിയിട്ടുണ്ടാവും. അവനോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഫുട്ബോൾ കളിക്കാൻ താല്പര്യം ഉണ്ടെന്നുള്ളത് അവൻ പറഞ്ഞു. പതിയെ ഞങ്ങൾ ഫോണിൽ നിന്നുള്ള കണക്ഷൻ ഫുട്ബോൾ കളിക്കുന്നതിലേക്ക് മാറ്റി. പാരൻസിനോട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കാനായിട്ട് നമ്മൾ ഇൻസ്ട്രക്റ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോണില്ലാതെയും എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്താം എന്ന് കുട്ടിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫോണിൻ്റെ ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷൻ കുട്ടിക്ക് ഉണ്ടാവുന്നില്ല. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരുമെന്നും ഇതിനെ നമുക്ക് വേറൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലേക്ക് മാറ്റാമെന്നും പാരൻസ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും.